കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൂപ്പർ സൂം എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂറൽ ഫിൽറ്ററാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലെ ആദ്യത്തെ ന്യൂറൽ ഫിൽറ്ററാണ് സൂപ്പർ സൂം എന്ന് പറയുന്നത്. ഇനി അടുത്ത ന്യൂറൽ ഫിൽറ്ററായിട്ടുള്ള ഡെപ്ത് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂറൽ ഫിൽറ്ററാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ നമുക്ക് ഡെപ്ത് ബ്ലർ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഡെപ്ത് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യൂറൽ ഫിൽറ്റർ ഞാനിവിടുന്ന് ഓണാക്കി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഓണാക്കുമ്പോൾ തന്നെ അതിനകത്ത് വരുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക. പ്രോസസ്സിങ്ങിന് ശേഷം നമുക്ക് ആ സബ്ജക്റ്റിനെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഏരിയ ഏകദേശം ബ്ലർ ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടി ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു ബൊക്കെ എഫക്റ്റ് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡെപ്ത് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഫസ്റ്റ് സ്ലൈഡർ എന്ന് പറയുന്നത് ഫോക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലൈഡറാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്ലൈഡർ ഫോക്കൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡറാണ്. ഫോക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ നിന്നും നമ്മുടെ സബ്ജക്റ്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അകലമാണ് നമ്മൾ ഫോക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഫോക്കൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോക്കസ് ആവേണ്ട ഏരിയ എത്രമാത്രം വേണം എന്നുള്ളതാണ് ആ ഒരു റേഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോക്കൽ റേഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു സ്ലൈഡർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ ഫോക്കൽ റേഞ്ച് ഇവിടുന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഈ ഫോക്കൽ റേഞ്ച് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഇവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് കുറച്ച് ഏരിയയും കൂടെ ബ്ലറായിട്ട് ഇവിടെ കിട്ടിയിരുന്നു. പക്ഷേ ആ ഏരിയ ഇപ്പം ആ ഒരു ബ്ലറായിട്ടുള്ള ഏരിയയിൽ നിന്ന് മാറിയിട്ട് അത് ഫോക്കസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഫോക്കൽ റേഞ്ച് നമ്മൾ കുറച്ചും കൂടെ കൂട്ടി. ഇനി ഇതിന് തൊട്ട് താഴെയായിട്ട് ഫോക്കൽ റേഞ്ചിന് തൊട്ട് താഴെയായിട്ട് ഫോക്കസ് സബ്ജക്റ്റ് എന്ന് കാണാം. ഇത് ഡിഫോൾട്ടായിട്ട് ടിക്കായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡെപ്ത് ബ്ലർ ഓൺ ആക്കുന്ന സമയത്ത് സബ്ജക്റ്റ് ഫോക്കസ് ആയിരിക്കണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു ഫോക്കസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടിക്ക് മാർക്ക് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളത് ടിക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് ഫോക്കസ് ഏരിയയിലായിരിക്കും. ഇനി അത് നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ടും സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുക, ആദ്യം പറഞ്ഞു ഫോക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഈ ഒരു ഫോക്കൽ ഡിസ്റ്റൻസ് ഇപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. നമുക്കിവിടെ ഈ സ്ലൈഡർ ഒന്ന് മാറ്റാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മാനുവലായിട്ട് ആ ഒരു ഫോക്കൽ ഡിസ്റ്റൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഫോക്കസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിക്ക് മാർക്ക് നമ്മൾ മാറ്റുക. ഇനി നമുക്ക് ഫോക്കൽ ഡിസ്റ്റൻസ് ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ഈ ഫോക്കൽ ഡിസ്റ്റൻസ് എന്നുള്ളത് ഞാനൊന്ന് കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. ഒരു 63 ലെവലിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നോക്കുക, ഫോക്കസ് ഔട്ടായി. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ച എന്താണ്? നമ്മുടെ ഫോക്കൽ ലെങ്ത് കൂടി. അപ്പം നമ്മുടെ ഫോക്കസ് ഏരിയ മാറി. അതായത് സബ്ജക്റ്റിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഏരിയ ആണ് നമ്മുടെ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത് ഫോട്ടോയുടെ. അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് നമുക്ക് വീണ്ടും ഫോക്കസ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഫോക്കൽ ഡിസ്റ്റൻസ് നമ്മൾ വീണ്ടും അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫോക്കൽ ഡിസ്റ്റൻസ് ഒന്ന് കുറയ്ക്കുകയാണ്. നോക്കുക, ഇപ്പം നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഫോക്കസ് വരികയും ബാക്ക്ഗ്രൗണ്ട് ബ്ലറാകുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഫോക്കൽ റേഞ്ചും. ഫോക്കൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തുമാത്രം ഏരിയ ഫോക്കസിൽ വരണം എന്നുള്ളത്, ആ ഏരിയ എന്തുമാത്രം വേണം എന്നുള്ളതാണ് നമ്മൾ ഫോക്കൽ റേഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോക്കൽ റേഞ്ച് ഒന്ന് കുറച്ച് നോക്കാം. നോക്കുക, ഞാനിപ്പോൾ ഫോക്കൽ ഏരിയ കുറച്ച സമയത്ത് ഈ ഒരു ഏരിയയൊക്കെ മുമ്പേ ഫോക്കസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഫോക്കസ് അല്ല. അപ്പോൾ നമ്മളത് ഫോക്കസ് ഔട്ടിലേക്ക് കൊണ്ടുവന്നു. അതായത് നമ്മുടെ ഫോക്കൽ ഏരിയ ഇത്രയും ഒരു ഏരിയ ആയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്തു. അത് ലിമിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോക്കൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതേസമയം നമുക്ക് കുറച്ചും കൂടെ ഏരിയ നമുക്ക് ഫോക്കസ് വേണം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഫോക്കൽ റേഞ്ച് നമ്മൾ കുറച്ചും കൂടെ കൂട്ടും. അപ്പോൾ കുറച്ചും കൂടെ റേഞ്ച് നമുക്ക് ഫോക്കസ് ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ സബ്ജക്റ്റും കൂടെ ബ്ലറായിരിക്കുകയാണ്. അതേസമയം നമ്മൾ ഈ ഒരു പിക്ചറിൽ ഏതെങ്കിലും ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു ഏരിയ മാത്രം നമുക്ക് ഫോക്കസിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. എനിക്ക് ഈ ഒരു സബ്ജക്റ്റിനെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കുക, ക്ലിക്ക് ടു എഡിറ്റ് ഫോക്കൽ പോയിന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ പിക്ചറിൽ ഫോക്കസ് ആകേണ്ട സ്ഥലത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ പിക്ചറിലേക്ക് നോക്കുക, ഇവിടെ നോക്കരുത്, ഇവിടെ എല്ലാം ഫോക്കസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കുക, ഇവിടെ നമുക്ക് ഏതാണ് ഏരിയ ഫോക്കസ് ആവേണ്ടത് ആ ഒരു ഏരിയ ഇവിടെ നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു പിക്ചറിൽ ഞാൻ ഈ സബ്ജക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കുക, ഈ ഒരു പിക്ചറിൽ നമ്മുടെ സബ്ജക്റ്റ് ഫോക്കസ് ആയി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
ഇനി ആ ഒരു ഏരിയ നിങ്ങൾക്ക് എവിടെയാണോ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഏരിയ മാറ്റി മാറ്റി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഏരിയ ഫോക്കസായി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് ഇവിടെ ഒന്നും അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, എനിക്ക് ഈ ഒരു ക്ലൗഡാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഈ ക്ലൗഡിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ക്ലൗഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കുക, ബാക്കിയുള്ള എല്ലാ ഏരിയയും നമുക്ക് ഫോക്കസ് ഔട്ടായി. അതേസമയം ഞാൻ ക്ലിക്ക് ചെയ്ത ആ ക്ലൗഡ് ഏരിയ എല്ലാം ഫോക്കസായി. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയയിലുള്ള എലമെന്റിനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇവിടെ തരുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു നമ്മുടെ ഫോക്കൽ പോയിന്റ് നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആ ഫോക്കൽ പോയിന്റ് റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത സ്ലൈഡറിലേക്ക് നമ്മൾ പോവുകയാണ്. ബ്ലർ സ്ട്രെങ്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്. ആ ഒരു ബ്ലർ എന്ന് പറയുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കുറച്ചും കൂടെ ബ്ലർ ആക്കണം, അതിൻ്റെ സ്ട്രെങ്ത് അത്രയും പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. കുറച്ചും കൂടെ ബ്ലർ നമുക്കതിനകത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ആ സമയത്ത് നമുക്ക് നോക്കുക, അവിടെ നന്നായിട്ട് ബ്ലറായിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല സ്മൂത്തായിട്ട് ബ്ലറായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇത്രയും ബ്ലർ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡറിൽ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇനി അടുത്ത ഒരു സ്ലൈഡറിലേക്ക് നമ്മൾ പോകുന്നു. ഹെയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മഞ്ഞ് പോലത്തെ ഒരു ഫോഗി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഹെയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോഗി ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് അതിനകത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ ഉപയോഗിക്കാം. അത് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനിവിടെ കുറച്ചൊരു ഹെയ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ കുറച്ചൊരു ഹെയ്സ് കൊണ്ടുവന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, ആ ബ്ലറായിട്ടിരുന്ന ആ ഒരു ഏരിയയിൽ കുറച്ചൊരു ഫോഗി ആയിട്ടുള്ള ഒരു ഫീൽ അവിടെ പതിയെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഹെയ്സ് ഇൻക്രീസ് ചെയ്ത് നോക്കുക. ആ ഒരു ഫീല് വീണ്ടും കൂടി, അതായത് ഒരു മൂടൽമഞ്ഞ് പോലെ ഒരു മഞ്ഞിൻ്റെ അവസ്ഥ, അതാണ് നമുക്ക് ഹെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥ, ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിനൊന്നും അത് കൂടുതലായിട്ട് ചേർത്തില്ല, നല്ലൊരു ലാൻഡ്സ്കേപ്പ് പിക്ചറാണ്. അതേസമയം കുറച്ച് ഫോഗി ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ കുറച്ച് മിസ്റ്റൊക്കെ ഉള്ള ഏരിയ, കുറച്ച് മൗണ്ടൻ ഏരിയ, അങ്ങനെയുള്ള ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചൊരു ഫീൽ ഉണ്ടാവും. അപ്പം നമ്മുടെ പിക്ചറിന് ആ ഒരു ഫീല് കിട്ടേണ്ട ഒരു പിക്ചർ ആണെങ്കിൽ മാത്രം ഹെയ്സ് ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൻ്റെ ടെമ്പറേച്ചർ മാറ്റണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാറ്റാം. വാമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലേക്ക് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലൈഡർ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു കൂളായിട്ടുള്ള ടെമ്പറേച്ചറാണ് നിങ്ങളുടെ ആ ഒരു പിക്ചറിന് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ നിങ്ങൾക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കൂളായിട്ടുള്ള ടെമ്പറേച്ചർ അതിനകത്ത് കിട്ടും. ഇനി ഡീഫോൾട്ടായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ഡീഫോൾട്ട് അവസ്ഥയിലേക്ക് മാറും. ഇനി ടിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷെയ്ഡ് അതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഒരു ഗ്രീൻ ഷെയ്ഡ് കുറച്ചൊന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഒരു മജന്ത ഷെയ്ഡ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു മജന്ത ഷെയ്ഡ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു പിക്ചർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്ലൈഡറുകൾ ഉപയോഗിക്കാം. ഇനി നമ്മുടെ പിക്ചറിൻ്റെ കളർ, ഇൻറ്റൻസിറ്റി ഓഫ് ദ കളർ, അതാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പിക്ചറിൻ്റെ കളർ സാച്ചുറേഷൻ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അത് ആ ഒരു പിക്ചറിന് ചേരുന്ന അളവിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു നാച്ചുറൽ ഫീൽ നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെയാണ് ബ്രൈറ്റ്നസ്സും. നമുക്ക് ആ ഒരു പടത്തിൻ്റെ ബ്രൈറ്റ്നസ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചില പിക്ചറുകളിൽ നമ്മളൊരു വിൻറ്റേജ് ഫീല് കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ഗ്രെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ചെറിയൊരു ഗ്രെയിൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഗ്രെയിൻ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാം. ചെറിയ ഗ്രെയിൻ അവിടെ ആഡായി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. നോക്കുക, ഇവിടെ ആ ഒരു പിക്ചറിൽ ചെറിയ ഗ്രെയിൻ ആഡ് ആയി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനത് പഴയ അവസ്ഥയിലേക്ക് ആക്കുവാണ്. എനിക്കിവിടെ ഗ്രെയിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാനത് പഴയ അവസ്ഥയിലേക്ക് ആക്കി. ഇത്രയും ചെയ്ത ശേഷം നിങ്ങളിവിടെ ന്യൂ ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്ത ആ ബ്ലർ ചെയ്ത ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് അതേ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും.